ഡീ, നീ എന്തിന് ഇന്ന് നിൻ്റെ ഫോണിൽ എൻ്റെ ചെക്കൻ്റെ ഫോട്ടോ എടുത്തത്? അവളുടെ ചെക്കൻ പോലും കേട്ടപ്പോഴേ പെരുവിരൽ മുതൽ വിറയ്ക്കൽ തുടങ്ങി. എന്നാലും ഉള്ളിലെ അമർഷം പ്രകടിപ്പിക്കാതെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങളെന്താ പറയുന്നത്? ഞാൻ ആരുടെ ഫോട്ടോ എടുത്തെന്നാ പറയുന്നത്? നീ ഇന്ന് റോസ് ഗാർഡനിൽ വെച്ച് റോഷൻ്റെ ഫോട്ടോസ് എടുത്തില്ലേ, മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്തോ? എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ മനസ്സില്ല, എന്ത് ചെയ്യുന്നേ? ഡീ, ഞാൻ റോഷനോട് പറഞ്ഞാലുണ്ടല്ലോ, അവൻ നിന്നെ വെച്ചേക്കില്ല. ഇന്ന് ബസ്സിൽ വെച്ച് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. നിൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. ഇത് അവനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ ഇതറിഞ്ഞാണ്ടല്ലോ നിൻ്റെ ഈ ഫോൺ പോലും ബാക്കി ഉണ്ടാവില്ല. അതെ, എന്തായാലും ഞാൻ ഫോട്ടോ എടുത്ത കാര്യം റോഷനോട് പറയാൻ പോകുമല്ലേ, അപ്പം പിന്നെ ഇതും കൂടി അവനോട് പറഞ്ഞേക്ക്. ഈ സംന മെഹറിൻ അവനെ അഗാധമായി പ്രണയിക്കുന്നുവെന്ന്, അവൻ്റെ മഹറിൻ്റെ അവകാശി ഈ ഞാൻ മാത്രമായിരിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതിയെ റൂമിലേക്ക് നടന്നു. ഡേ, നീ ഇതിനെ അനുഭവിക്കും. നിൻ്റെ അഹങ്കാരത്തിന് തിരിച്ചടി ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ ഷാഹിനായിരിക്കില്ല. നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൻ്റെ മഹറിൻ്റെ അവകാശി നീയാണെന്ന്? നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതെ, വെറുതെ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട, തോറ്റു പോവുകയേ ഉള്ളൂ. അതുകൊണ്ട് ഷാഹിനെ പോയി തരത്ത് കളിക്ക്. ഞാൻ ഐശുവിൻ്റെ കയ്യും പിടിച്ച് റൂമിൽ പോയി ഡോർ ലോക്ക് ചെയ്തു. എന്തിനാ മെഹർ അവർ നിന്നെ വിളിച്ചേ എന്ന് റൂമിൽ ചെന്നതും ചോദ്യം വന്നു. അതൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വിളിച്ചതാണ്. ഇപ്പം എല്ലാം ഓക്കെ ആയി. പിറ്റേന്ന് രാവിലെ ബൊട്ടാണിക്കൽ ഗാർഡനും ഊട്ടി ലേക്കിലേക്കുമായിരുന്നു യാത്ര. വഴിയിൽ നിന്നും റിച്ച് കുറേ ഫേമസ് ചോക്ലേറ്റ്സ് വാങ്ങി തന്നു. അവിടെ വഴിയോരങ്ങളിലെല്ലാം മനോഹരമായ കീച്ചെയിനുകളിൽ പേരെഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കീച്ചെയിൻ വാങ്ങാൻ പോയി. അവിടെ നിന്നും പുട്ടിബോധവും ചെയിൻ വാങ്ങുന്നുണ്ട്. എന്നെ കണ്ടതും അവൾ RS എന്ന് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കി ഒരു ചിരിയും. അവൾ എഴുതി കഴിഞ്ഞതും എൻ്റെ കൂടെ ആയിരുന്നു. എന്തെഴുതണമെന്ന് ചോദിച്ചപ്പോൾ I love റോഷൻ എന്നെഴുതാൻ ഞാൻ പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ ഷാഹിന ചാടി തുള്ളിപ്പോയി. വളരെ മനോഹരമായ അവൻ്റെ പേരെഴുതിയ കീച്ചെയിൻ ഞാൻ എൻ്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. അന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷാഹിന മനഃപൂർവ്വം എൻ്റെ പുറത്തേക്ക് കറി ചിരിച്ചു. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവളൊരു മാപ്പ് പറിച്ചിടും. ഞാൻ റൂമിലെത്തി കറി വീണ ഡ്രസ്സ് മാറ്റി കുളിച്ച് പുറത്ത് വന്നതും തണുത്തിട്ട് എൻ്റെ കയ്യും കാലം വറക്കാൻ തുടങ്ങി. മുടി പോലും ഉണങ്ങാനുള്ള ടൈം കിട്ടിയില്ല. അതിനു മുന്നേ ബസ് കയറാനുള്ള ടൈമായി. നനഞ്ഞ മുടിയും ഊട്ടിയിലെ സഹിക്കാൻ വയ്യാത്ത തണുപ്പും കൂടി ആയപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് എനിക്ക് തണുപ്പ് കൂടി വരുന്നു. എല്ലാവരും ഉറക്കത്തിലേക്ക് പോയതും ഐഷു റോഹുവിൻ്റെ അടുത്തേക്ക് പോയി. റിച്ച് വന്ന് അടുത്തിരുന്നു. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ചുണ്ടും പല്ലും കൂട്ടിമുട്ടിയിട്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞതും എൻ്റെ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ടാവും അവൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചു. ഐസ് പോലെ തണുത്തെൻ്റെ വിരലുകളിൽ തൊട്ടവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അത്രയ്ക്ക് മരവിച്ചു പോയിരുന്നു എൻ്റെ കൈയും കാലും. എൻ്റെ നനഞ്ഞ മുടി കണ്ട് അവൻ എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ടെൻ്റെ തണുപ്പകറ്റാൻ എന്ന പോലെ എന്നെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തണുത്ത് മരവിച്ചെനിക്ക് അവൻ്റെ നെഞ്ചിലെ ചൂടൊരാശ്വാസമായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവൻ്റെ നെഞ്ചിനോട് ചുറ്റിപ്പറ്റി ആ ഹൃദയമിടിപ്പിൻ്റെ താളം കേട്ടുകിടന്നു. എത്രത്തോളം എന്നെ അവനോട് ചേർത്ത് നിർത്താമോ അത്രത്തോളം അവൻ അവൻ്റെ ഉടലിനോട് എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ വിറച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ മാറ്റമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞതും അവൻ 2 കൈ കൊണ്ടും എൻ്റെ മുഖമുയർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും മുന്നേ അവൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങളെ സ്വന്തമാക്കിയിരുന്നു. സെക്കൻഡുകൾ മിനിറ്റുകളിലേക്ക് കടന്നതും എൻ്റെ കൈയും കാലും തണുപ്പിൻ്റെ തിരശ്ശീല നീക്കി സാധാരണ രീതിയിലെത്താൻ തുടങ്ങി. മിനിറ്റുകളുടെ ദൈർഘ്യമേറും തോറും നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് കണങ്ങൾ വിരിയാൻ തുടങ്ങി. അവസാനം അവൻ ചുണ്ടുകൾ വേർപെടുത്തുമ്പോൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തളർന്നു വീണു. കുറേ നിമിഷത്തേക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും തിരിച്ചറിയാതെ ഞാൻ അതേ കിടപ്പിൽ തന്നെയായിരുന്നു. മനസ്സ് ബോധമണ്ഡലത്തിലേക്ക് വന്നതും ഞാൻ വേഗം അവൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറി. എന്തും എനിക്ക് അവൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പിളർന്ന് പുറത്തേക്ക് വരും പോലെ ശക്തമായി ഇടിച്ചുകൊണ്ടിരുന്നു. കുറേ നേരത്തെ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഇപ്പം നിൻ്റെ തണുപ്പൊക്കെ മാറി ഓക്കെ ആയില്ലേ? എനിക്ക് പറയാൻ മറുപടിയൊന്നുമില്ലായിരുന്നു. എന്താ എൻ്റെ പുലിക്കുട്ടി പൂച്ചക്കുട്ടിയായോ? എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. അതൊന്നും പോരാതെ സൈറ്റ് അടിക്കുന്നു, ഫ്ലൈയിങ് കിസ് തരുന്നു. എൻ്റെ ഒരു കിസ് താങ്ങാനുള്ള ശക്തി പോലും ഇല്ലല്ലോ പെണ്ണേ നിനക്ക്. എന്നിട്ട് ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചി പോലും. എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? എൻ്റെ മെഹറൂസിനൊന്നും പറയാനില്ലേ? ഇങ്ങനെ പോയ എൻ്റെ കൂടെ ജീവിക്കാൻ നീ ഒത്തിരി കഷ്ടപ്പെടും മോളെ. ഇതൊക്കെ വെറും സാമ്പിളല്ലേ? എന്തിനാ റിച്ചുക്ക് എങ്ങനെ കാണിച്ചേ? എങ്ങനെ? ഞാനെന്ത് കാണിച്ചു എന്നാ? തണുത്ത് വിറച്ചിരിക്കുന്ന നിന്നെ രക്ഷിച്ചതാണോ പെണ്ണെ ഞാൻ ചെയ്ത തെറ്റ്? എന്നാലൊക്കെ ഞാനിനി മിണ്ടുന്നില്ല. അങ്ങനെ പറയല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞതാ, സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റിച്ചുക്കാടെ നെഞ്ചിലേക്ക് ചാരി കണ്ണുകളടച്ചു.
അതെ, ഇനിയും തണുപ്പ് വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാ തണുപ്പ് മാറ്റാൻ. പോടാ തെമ്മാടി എന്ന് പറഞ്ഞ് ഞാൻ ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കണ്ണുകളടച്ചു. ഈ കടന്നു പോകുന്ന ദിവസങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രണയത്തിൻ്റെ വസന്തകാലമായിരുന്നു. ഇപ്പോഴും ഞാൻ കാണുന്ന റിച്ചു എനിക്ക് പോലും അറിയാത്ത ഒരാളായിരുന്നു. ഉള്ളിൽ സ്നേഹം മാത്രമുള്ള റിച്ചു. കൊടൈക്കനാൽ ഓർത്തു വയ്ക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളും തന്ന് ഞങ്ങൾ മൈസൂരിലേക്ക് പോയി. കോളേജിൽ വെച്ച് കണ്ടാലറിയാത്ത ഭാവം നടിക്കുന്ന റിച്ചു ഇപ്പോൾ ഞങ്ങളുടെ ടീമിൽ നിന്നും മാറുന്നില്ല. അതുമാത്രമല്ല, ഒറ്റയ്ക്കാകുമ്പോൾ ഒടുക്കത്തെ റൊമാൻസും. എൻ്റെ ഐഷു മാത്രം റോഹുവിനെ അസലായി ലുക്ക് വിട്ട് നടക്കുന്നു. അവൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് സൈൻ പോലുമില്ല. ടൂറിൻ്റെ മെയിൻ നമ്മുടെ പ്രിയപ്പെട്ട സംഭവം അതുതന്നെ ക്യാമ്പ് ഫയർ. ഹോട്ടൽ പരിസരത്ത് വിശാലമായ പറമ്പിൽ നടുക്ക് വിറകടുക്കി തീയിട്ട് അതിന് ചുറ്റും ഞങ്ങളിരുന്നു. പാട്ടും ഡാൻസും പരസ്പരം കളിയാക്കലുമായി ഞങ്ങളിരുന്ന് മണിക്കൂറുകളോളം. അല്ലേലും ടൂർ ഒരു സംഭവം തന്നെയാണ്. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം പുറത്തു വരാനും സൗഹൃദത്തിൻ്റെ ഇഴയടുപ്പം കൂട്ടാനും എല്ലാം ആ ദിവസങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്. നാളെ ഈ കലാലയ ജീവിതം അവസാനിപ്പിച്ച് ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴും ഇടയ്ക്കൊരു നനുത്ത ഓർമ്മയായി നിറയാൻ ഉള്ള ഒരു മുതൽക്കൂട്ട്. ക്യാമ്പ് ഫയറിനിടയ്ക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പല പ്രണയങ്ങളും പ്രപ്പോസൽ രൂപത്തിൽ പുറത്തേക്ക് വന്നു. ചിലതെല്ലാം പൂവണിഞ്ഞപ്പോൾ മറ്റു ചിലത് നിഷ്കരണം തള്ളപ്പെട്ടു. അതിനിടയ്ക്കാണ് നമ്മുടെ പൊട്ടിബോധ ഷാഹിന റിച്ചുവിനെ പ്രപ്പോസ് ചെയ്തത്. സോറി ഷാഹിന, എനിക്ക് താല്പര്യമില്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് റിച്ചു മുങ്ങി. റെഡ് റോസ് നീട്ടി അവനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രണയത്തിളക്കത്തേക്കാൾ മുന്നിട്ട് നിന്നത് പ്രതീക്ഷയുടെ തിളക്കമായിരുന്നു. എന്നാൽ റിച്ചുവിൻ്റെ മറുപടി അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള പോലെ തോന്നി. റിച്ചു, ഇപ്പം മറുപടി വേണ്ട. നിൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു വിടാം. അപ്പോൾ ഓക്കെ പറഞ്ഞാൽ മതി. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. അത് വേണ്ട ഷൈന. എന്നെക്കാത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്, എൻ്റെ ചങ്കിൻ്റെ പെങ്ങൾ. എൻ്റെ റൂഹിനോട് ചേർന്ന് പഠിച്ചവൻ എഴുതിയവൾ, എൻ്റെ വായാടി. അത് ഞങ്ങളെ മാത്രം സ്വപ്നമല്ല, ഒരു കുടുംബത്തിൻ്റെ മൊത്തം സ്വപ്നവും പ്രതീക്ഷയാണ് ഞങ്ങളുടെ കൂടിച്ചേരൽ. ഞാൻ എങ്ങനെ നിനക്ക് വാക്ക് തരാനാണ്? നീ എനിക്ക് എന്നും എൻ്റെ ഫ്രണ്ടായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും നടക്കില്ല. അതുകൊണ്ട് മനസ്സിലുള്ളതെല്ലാം മാറ്റി പഠിക്കാൻ നോക്ക്. ഫൈനൽ എക്സാമിങ് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും മേഫിയെ എല്ലാവരും കൂടി വളഞ്ഞു. പെങ്ങളെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. സോറി ഫ്രണ്ട്സ്, അവളൊരു ഫോട്ടോ പോലും എൻ്റെ ഫോണിലില്ല എന്ന് പറഞ്ഞ് അവനും റിച്ചുവിൻ്റെ പുറകെ പോയി. ഫ്യൂസ് പോയ പോലെ ഇരിക്കുന്ന ഷാഹിനയെ കണ്ട് ഐഷു ചിരിച്ചു, കൂടെ അവന്മാരും. അവളും ഫ്രണ്ട്സും കൂടി ചാടിത്തുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? അവനെന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അത് ശരി തന്നെ. പക്ഷേ ഇവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആഘോഷിക്കാൻ. എന്നിട്ട് അവൾ എൻ്റെ നേരെ തിരിഞ്ഞു. ഡീ, അവൻ പറഞ്ഞ കേട്ടല്ലോ, അവന് വേറെ പെണ്ണുണ്ടെന്ന്. അത് മേഫിയുടെ പെങ്ങൾ. ഇനി നീ എന്തു ചെയ്യും? നീ വലിയ വീമ്പ് പറഞ്ഞിരുന്നല്ലോ അവൻ്റെ മെഹറിൻ്റെ അവകാശി നീയാണെന്ന്. അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ട, എന്തായാലും നിനക്കവനെ കിട്ടാൻ പോകുന്നില്ല. ഓ ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ വാക്കിനൊരു മാറ്റവുമില്ല. ആ മെഹറിൻ്റെ അവകാശി ഞാൻ തന്നെ. പിന്നെ നടന്നത് തന്നെ എന്നും പറഞ്ഞ് അവളുമാരും പോയി. ഞങ്ങൾ റൂമിലേക്ക് നടന്നു. 1 മണിക്കൂറിന് ശേഷം റെഡിയായി ബസ്സിൽ കയറണം തിരിച്ചു പോകാൻ. എല്ലാവരും ഏകദേശം രാത്രി 1 മണിയോടെ ബസ്സിൽ കയറി തിരിച്ച് നാട്ടിലേക്ക്. ഒത്തിരി നല്ല ഓർമ്മകളുമായി. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങാതെ ആടിയും പാടിയും ചിലവഴിച്ചു. ഒരു 4 മണിയോടെ ആയപ്പോഴേക്കും പലരും സീറ്റിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. രാവിലെ 9 മണിയൊക്കെ ആവും കോളേജിൽ തിരിച്ചു ചെല്ലാൻ. ഡി കീരി, ഇനി എപ്പോഴാണ് ഇങ്ങനെ ക്ലോസ് ആയിരിക്കാൻ പറ്റുന്നത്? അതെന്താ, നമുക്ക് കാണാൻ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ അക്ക. കോളേജിൽ വെച്ച് കാണാം, തറവാട്ടിൽ വെച്ച് കാണാം. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വരാം, എനിക്ക് ഇങ്ങോട്ട് വരാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും അടുത്ത് ഇങ്ങനെ നിന്നെ ചേർത്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞെന്താ? ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി. മനുഷ്യനെ കൊല്ലുന്ന ചിരിയായി അവൻ്റെ ചുണ്ടെൻ്റെ കവലിൽ ചേർന്നു. പിന്നെ ഇത് ഒഴിച്ചടോ, ചെക്കനൊത്തിരി കൂടുന്നുണ്ട്. അടങ്ങി ഒതുങ്ങിയിരുന്നോളണം കേട്ടല്ലോ. നീ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ പറ്റുന്നില്ലടി അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. ആ മറ്റേ സംഭവമല്ലേ, പെൺകുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ടാകാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായടി നീ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ. എന്ത് സംഭവം? ഞാൻ അന്തം വിട്ട് അവനെ നോക്കി. അതെ, ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖം അതില്ലേ മോനെ റോഷ? അടിവയറ്റിൽ നല്ല ഇടി കൊണ്ടാലും നല്ല സുഖമാണ്. കാണണോ? എന്നാൽ എനിക്കൊന്ന് കാണണം. ഒന്ന് ഇടിച്ചേ നീ എന്നെ. ഇടിക്കടി പെട്ടെന്നോട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാ, എന്നെ വിട്ടേക്ക് മാഷേ. നിന്നെ വിടാനോ? അതിന് ഞാൻ ഇനി മരിക്കണം. സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. സൂര്യകിരണങ്ങൾ എത്തി നോക്കാൻ തുടങ്ങിയതും റിച്ചു പോയി മേഫയുടെ കൂടെ ഇരുന്നു. കോളേജിലെത്തിയതും എല്ലാവരും അവരവരുടെ ലഗേജ് എടുത്ത് പിരിയാൻ തുടങ്ങി. റിച്ചുവിൻ്റെ കാറിലും ആഷിക്കാടെ കാറിലുമായി ഞങ്ങൾ വീട്ടിലെത്തി. എത്തിയതും ഫ്രഷായി പോയി കിടന്നുറങ്ങി.
പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വൈകുന്നേരമായി. പിന്നെ ഫുഡ് കഴിച്ച് വെറുതെ ടി വിയും കണ്ടിരുന്നു. ഇനി 2 ദിവസം കഴിഞ്ഞേ കോളേജുള്ളൂ. രാത്രി ഉറങ്ങാൻ റൂമിലെത്തി. ഫോൺ നോക്കുമ്പോൾ ഐഷുവിൻ്റെ കുറേ മിസ് കോള്. ഞാൻ തിരിച്ച് വിളിച്ചു. കുറേ നേരം ചളിയടിച്ച്. അതിനിടയ്ക്ക് അവൾ ചോദിച്ചു, മെഹ്റു, നീ റിച്ചുക്കാനെ വിളിച്ചോ? ഞാനോ? ഇല്ല. അതിന് ഞങ്ങൾ ഫോൺ വിളിക്കാറില്ലല്ലോ ഐഷു. ഡി പൊട്ടി, അത് പണ്ട്. അതുപോലെയാണോ ഇപ്പോൾ? നീ വിളിക്കടിക്കാനെ, പെട്ടെന്ന് ഇക്കാനെ വിളിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ചു. വിളിക്കണോ വേണ്ടേ എന്ന ചിന്ത മനസ്സിൽ വടംവലി നടത്താൻ തുടങ്ങി. അവസാനം എന്തോ ആ സ്വരം കേൾക്കാൻ തോന്നിയ പോലെ. പിന്നെ ഒന്നും നോക്കിയില്ല. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിളിയോ മെസ്സേജോ ചെയ്യാത്ത ആ നമ്പറിലേക്ക് കോൾ അയച്ച് ഞാൻ കാത്തിരുന്നു. റിങ്ങിനൊപ്പം എൻ്റെ നെഞ്ചും ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. എന്തിനെന്നറിയാതെ.